ഹലോ ഐ എം ശ്വേത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലെ ഒരു ലക്ഷൂറിയസ് ഹോട്ടലായ എമിറേറ്റ്സ് പാലസിലേക്കാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ ഇതിനകത്തേക്ക് കയറിയത്. കാരണം ഇതിന് പുറത്ത് തന്നെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ഒരുമാതിരി അന്തം വിട്ട് നിൽക്കുമായിരുന്നു. അത്ര അടിപൊളിയായിരുന്നു ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ ഇത് എത്രമാത്രം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ ഒരു എമിറേറ്റ്സ് പാലസ്. ഈ കാണുന്ന ഫ്ലവറൊക്കെ ഒറിജിനലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യെസ്, എക്സാക്ട്ലി. ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഒറിജിനൽ ആയിരുന്നു. ആൻഡ് ആ ഒരു ഫ്ലവറിൻ്റെ പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് റിസപ്ഷൻ ഏരിയ അതുപോലെ ലോബി ഏരിയ ഒക്കെയാണ്. ഇവിടെ എത്ര കണ്ടാലും നമുക്ക് മതിയാവാതെ ഇങ്ങനെ നോക്കി നിന്നു പോകും. അത്ര അടിപൊളിയാണ് എമിറേറ്റ്സ് പാലസ് കാണാൻ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എമിറേറ്റ്സ് പാലസിലേക്ക് വരാൻ ഫ്രീ എൻട്രി ആണ്, ചാർജസും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണ്, ഈ ഫ്ലവേഴ്സ് അടക്കം എന്ന്. ഇവിടെ പിയാനോ ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു കാം ആൻഡ് റൊമാൻറ്റിക് വൈബായിരുന്നു എനിക്ക് ആക്ച്വലി ഇവിടെ പോയപ്പോൾ തോന്നിയത്. ഇത് നമ്മൾ അവിടുന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ. ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫെസിലിറ്റീസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. വേൾഡ് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് അതുപോലെ പ്രൈവറ്റ് ബീച്ചസ് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് സജുവേട്ടൻ എനിക്കൊരു ചെറിയ ഡിന്നർ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ ഉണ്ടായ ഒരു കാഴ്ചയാണ് ഇതെൻ്റെ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഇത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാണാനായിരുന്നു ഏറ്റവും ഭംഗി, ഈ കേക്ക്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മളവിടെ റെസ്റ്റോറൻറ്റ്സിൽ കയറി അവിടുന്ന് എന്താണ് ആക്ച്വലി ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഫുൾ കൺഫ്യൂഷനായിരുന്നു. ബിക്കോസ് ഇതൊക്കെ അറബി ഡിഷസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ മുന്നേ ഇങ്ങനത്തെ ഡിഷസ് ഒന്നും ട്രൈ ചെയ്യാത്തത് കൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഓർഡർ ചെയ്തു. ആൻഡ് നമ്മൾ ഈ ഓർഡർ ചെയ്ത ഐറ്റംസ് ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പേരൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. എന്നാലും ടേസ്റ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത ശേഷം മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സ്റ്റെയർ ഏരിയയ്ക്ക് അടുത്തായിട്ട് ഇവിടെ ഒരു വലിയ കാർപ്പറ്റ് ഉണ്ടായിരുന്നു. ഫുൾ എമിറേറ്റ്സ് പാലസിൻ്റെ ഔട്ട്ലുക്ക് വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് 394 റൂംസാണ് എമിറേറ്റ്സ് പാലസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നോർമൽ ഡീലക്സ് റൂംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 1000 ദിറംസിനൊക്കെയാണ്. ആൻഡ് ഫാമിലി ഡീലക്സ് ഗാർഡൻ വ്യൂ ഒക്കെ ഉള്ള റൂംസ് അവൈലബിൾ ആണ്. ഇതൊക്കെ 3600 ദിറംസൊക്കെയാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. ആൻഡ് സീ വ്യൂവിൽ നമുക്ക് സ്യൂട്ട്സ് അവൈലബിൾ ആണ്. അതിന് 8900 സംതിങ് ഒക്കെയാണ് ഇതിന് പ്രൈസ് ചാർജ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് 2.5-3 ലക്ഷമാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നത്. ഈ ഒരു ഏരിയ അടിപൊളിയാണ്. ഇത് പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പോകാൻ പറ്റിയില്ല. വൺ ഡേ ഫുൾ എടുത്താലും എമിറേറ്റ്സ് പാലസ് ഫുൾ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അത്യാവശ്യം സമയം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് മെല്ലെ വിട്ടു. സോ ഇനി അടുത്ത ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.